എന്തായാലും ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാമല്ലേ. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ബിസിനസ്സിനെ കുറിച്ച് അല്ലേ. ബിസിനസ്സിൻ്റെ പ്രാഥമികമായിട്ടൊരു ബിസിനസ് മെൻറ്റാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിസിനസ്സിലെ പ്രധാനപ്പെട്ട ഓരോ ബിസിനസ്സുകൾ ഏതൊക്കെ തരത്തിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ജഹനമയം പറ്റുകയാണെങ്കിൽ വീഡിയോ ഓൺ ആക്കണേ. ശരിക്കും ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് ഒരുപാട് ബിസിനസ്സുകളുണ്ട്, ഒരുപാട് തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് അല്ലേ. നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീറ്റത് മുതൽ അല്ലേ, നമ്മൾ ഏതൊക്കെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഏതൊക്കെ ബിസിനസ്സുകളുമായിട്ട് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് പറയാൻ കഴിയും? സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ ഒരു പാല് വാങ്ങുന്നതാണെങ്കിലും, അതല്ലെങ്കിൽ അല്ലേ ഒരു ചായക്കടയാവട്ടെ, അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഷോപ്പ് അല്ലേ, പിന്നെ ബസ് സർവീസ് അല്ലേ, ബസ്സിൽ കയറുന്നത് ഒക്കെ ബിസിനസ് ആണല്ലോ. സൂപ്പർ മാർക്കറ്റ്, പിന്നെ അതുപോലെ ഹോസ്പിറ്റലുകൾ അല്ലേ, പിന്നെ അതേപോലെ ഓൺലൈൻ ഷോപ്പിങ്ങുകൾ, ഇതൊക്കെ എന്താണ്? ബിസിനസ്സുകളാണ്. ഇവിടെ എല്ലാ ബിസിനസ്സും, അതായത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ ബിസിനസ്സും അതൊക്കെ ഓക്കെ ആണോ? കാവ്യശ്രീ മാമിനും ബ്രേക്ക് ഫീൽ ചെയ്തോ? എങ്ങനെയാ? ഉണ്ട് അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിരിക്കും എന്ന് കരുതുന്നു. എന്തായാലും ഞാൻ പ്രൊസീഡ് ചെയ്യാം. എന്തെങ്കിലും ഇനിയും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന, നമ്മുടെ നിത്യജീവിതത്തിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകൾ, ആ ബിസിനസ്സുകളെല്ലാം ഒരേ രീതിയിലുള്ള ബിസിനസ്സുകളാണോ? ഒരിക്കലുമല്ല അല്ലേ. ഓരോന്നും ഓരോ തരത്തിലുള്ള ബിസിനസ്സുകളാണെന്ന് പറയാം. ഓക്കെ, അതായത് ഇതൊക്കെ ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്കതിനനുസരിച്ച് അതിൽ ഉൾപ്പെടുത്തേണ്ട, ഇപ്പോൾ CRM ആണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ ബിസിനസ്സിലും CRM എന്ന് പറയുന്നത് വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനും ഒക്കെ ഉപകരിക്കും. എന്തായാലും പ്രധാനമായിട്ട് ബിസിനസ് ടൈപ്പുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് മാനുഫാക്ചറിങ് എന്ന് പറയാം അല്ലേ. ഇപ്പോൾ മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? അതിൻ്റെ മുമ്പേ ഞാൻ ആ മൂന്നെണ്ണം ഒന്ന് പ്രധാനമായിട്ടുള്ള മൂന്നെണ്ണം ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്ന് മാനുഫാക്ചറിങ് ആണ്, രണ്ട് ട്രേഡിങ്, മൂന്ന് സർവീസ്. ഈ മൂന്ന് കാറ്റഗറിയിലായിട്ട് നമുക്ക് മുഴുവൻ ബിസിനസ്സുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മളവിടെ എന്താണ്, ഒരു ഇപ്പോൾ ഇങ്ങനെ പറയാം, റോ മെറ്റീരിയൽസ് നിന്ന് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക, അതാണ് മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്കറിയാം, അതിനൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് ബ്രെഡ് കമ്പനി, ഈ ബ്രെഡ് കമ്പനി എന്ന് പറയുന്നത് അവർ ബ്രെഡ് സെയിൽ ചെയ്യുന്നു അല്ലേ, ബ്രെഡ് ഉണ്ടാക്കി വെക്കുന്ന ഒരു കമ്പനി. അപ്പോൾ അവർ അതിൽ മൈദ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള റോ മെറ്റീരിയൽസ് നിന്നാണ് അവർ ഈ ബ്രെഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ അതേപോലെ വേറെ സിമ്പിളായിട്ടുള്ള ഒന്ന് പറയാം, നമുക്ക് ക്ലോത്ത് അല്ലേ, നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മളിടുന്ന വസ്ത്രങ്ങൾ, അത് ശരിക്കും കോട്ടൺ എന്നാണല്ലോ അല്ലേ. ആ കോട്ടൺ അത് സാധനങ്ങളൊക്കെ അവർ കളക്ട് ചെയ്ത്, അതല്ലെങ്കിൽ അതിൻ്റെ മെഷീനറി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് അവർ മാനുഫാക്ചർ ചെയ്യുകയാണ്. പിന്നെ അതേമാതിരി നമ്മളൊക്കെ ഏതൊരു സംഗതി അങ്ങനെ നോക്കുകയാണെങ്കിലും അല്ലേ, നമ്മുടെ കാറ് അല്ലേ, ഒരു വാഹനങ്ങളാവട്ടെ, അതൊക്കെ അവർ ആദ്യം ഇരുമ്പും മറ്റേ ഫൈബർ, പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം അവർ കളക്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം, അവർ കാറ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അവർ മാനുഫാക്ചർ ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇപ്പോൾ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ് അല്ലേ, ഫോണ് അതിപ്പോൾ അതിൻ്റെ മാനുഫാക്ചറർ ആരാ അല്ലേ. നമ്മളിപ്പോൾ ഐഫോൺ ആണെങ്കിൽ ആപ്പിൾ അല്ലേ, പിന്നെ അതുപോലെ തന്നെ സാംസങ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കമ്പനികളാണ് അവിടെ മാനുഫാക്ചർ ചെയ്തിട്ട് സാധനം ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിർമ്മിച്ച് വെക്കുക
അത് എന്താണെന്നുള്ള ഇനിയിപ്പോൾ ട്രേഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഒന്നുകൂടെ വ്യക്തമാവും. അപ്പോൾ ഈ നിർമ്മിച്ചു വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിൽ പ്രധാനമായിട്ടും വരുന്ന ഏരിയകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കമ്പനികളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ അല്ലേ, അത് നിർമ്മിക്കുക, അത് നന്നായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിർമ്മിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചിലവ് കുറച്ച് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ആദായം ലഭിക്കുന്ന രീതിയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക അല്ലേ. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് അതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ക്വാളിറ്റി അത് കൺട്രോൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സപ്ലൈ ചെയിൻ, അതായത് ഇവർക്കുള്ള ഇപ്പോൾ ഇപ്പോൾ കാറാണെങ്കിലും എന്തൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത്, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അത് എവിടെയൊക്കെ എവിടെയൊക്കെ കൊടുക്കണം, അതല്ലെങ്കിൽ എവിടെയൊക്കെ സപ്ലൈ ചെയ്യണം, അതിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സ് ഇവരുമായിട്ടൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കണക്ഷൻ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോ കമ്പനികളും ഫോക്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കൃത്യമായ ഇടവേളകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും, അതൊക്കെയാണ് ഈ മാനുഫാക്ചറിങ് ബിസിനസ്സിൽ മെയിനായിട്ട് കമ്പനികൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ അതിനൊരു എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാർ ഫാക്ടറികൾ അല്ലേ. നമുക്കറിയാം ഒരുപാട് കാർ ഫാക്ടറികളുണ്ട്. ഈ കാർ ഫാക്ടറികൾ അവർക്ക് ഓരോ കാർ കമ്പനി കൊടുക്കുന്ന മോഡലിനനുസരിച്ച് ആ കാർ ഫാക്ടറികൾ എന്ത് ചെയ്യാണ്, കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോ കാറുകൾ നിർമ്മിച്ചു കൊടുക്കും. ആ കാറുകൾ ഈ പറഞ്ഞ മാതിരി കമ്പനികൾ അത് വാങ്ങുകയും പിന്നീട് അവരത് ഏറ്റവും നല്ല രീതിയിൽ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഈ കാർ ഫാക്ടറി എന്ന് പറയുമ്പോൾ കാർ കമ്പനികൾക്ക്, സോറി ഞാൻ മാറിപ്പോയി, നേരത്തെ പറഞ്ഞതിൽ ഡീലേഴ്സ് എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു കാറ് കമ്പനി, ആ കാറ് കമ്പനിക്കാർ അവരൊരു ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കും, ഇങ്ങനെ ഒരു കാർ ഉണ്ടാക്കാം, അതിൻ്റെ ഒരു പിക്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ തന്നെ ഫാക്ടറികളിൽ അവർ എന്ത് ചെയ്യണം, ആ ഒരു കാറ് ബൾക്ക് നമ്പറിൽ അവരത് മാനുഫാക്ചർ ചെയ്യും. മാനുഫാക്ചർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീലേഴ്സിന് എന്ത് ചെയ്യാണ്, അവർ കൈമാറുകയാണ്, ഹോൾസെയിൽ ഡീലേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മാരുതി ആണെങ്കിൽ അല്ലേ, നമുക്കറിയാം ഇൻഡസ്, പിന്നെ അതേപോലെ തന്നെ വേറെ ഏതാ, പിന്നെ ഏതാ നമ്മളിപ്പോൾ പൊതുവേ പറയാറില്ലേ, കെ വി ആർ മോട്ടോഴ്സ്, ഇൻഡസ് മോട്ടോഴ്സ്, അപ്പോൾ പിന്നെ എ എം മോട്ടോഴ്സ്, ഇങ്ങനെയുള്ള ഡീലേഴ്സിനാണ് അവർ കൈമാറുന്നത്. ഓരോ ഓരോ ഏരിയകളുടെ അടിസ്ഥാനത്തിലുള്ള ഓരോ ഡീലേഴ്സിന് അവർ കൈമാറും. എന്നിട്ട് അവരാണ് ബാക്കി സെയിൽ ചെയ്യുക. അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഇവർ ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ട് നേരെ ആർക്കാണ് കൊടുക്കുന്നത്, ഹോൾസെയിൽ ഡീലേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത്. പിന്നെ ടെക്സ്റ്റൈൽ ഫാക്ടറികൾ അല്ലേ, നമുക്കറിയാം ഇപ്പോൾ തിരുപ്പൂരും പാലക്കാടും ഇവിടെയൊക്കെയുള്ള ടെക്സ്റ്റൈൽ ഫാക്ടറികൾ, അവരവിടുന്ന് ബൾക്കായിട്ട് ഓരോ റോ മെറ്റീരിയലുകളിൽ നിന്ന് എന്താ പറയുക, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പട്ടും അങ്ങനെയുള്ള കോട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഓരോ സാരിയും അതല്ലെങ്കിൽ മറ്റു ഡ്രസ്സുകളൊക്കെ ബൾക്കായിട്ട് ഉണ്ടാക്കും. എന്നിട്ട് അതൊക്കെ പ്രിന്റ് ചെയ്ത് അതിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സിന് അവരെത്തിച്ചു കൊടുക്കും അല്ലേ. പിന്നെ അതേപോലെ ഇനിയിപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനികൾ, നമ്മളെ എന്താ പറയുക, പുട്ടുപൊടിയാണെങ്കിലും അജുവ അങ്ങനെയൊക്കെയുള്ള ഓരോ പുട്ടുപൊടികൾ, അല്ലെങ്കിൽ ഡേറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള ഓരോ സംഗതികളും ഇവിടെയൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെ തന്നെയാണ്. ഓക്കെ. പിന്നെ ഇലക്ട്രോണിക്സ്, ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതൊക്കെ അവിടെയൊക്കെ മാനുഫാക്ചറിങ് ആണ്. എന്താ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിർമ്മിക്കുകയാണ് അല്ലേ. ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ച് സെയിൽ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, അവർ ബേസിക്കലി ഫ്രം ദ സ്ക്രാച്ച് അവർ ഓരോ കാര്യങ്ങളായിട്ട് ഉണ്ടാക്കി അവസാനം ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് സെയിൽ ചെയ്യുന്നതിനാണ് മാനുഫാക്ചറിങ് ബിസിനസ്. ആ ഒരു ഏരിയയിലുള്ള കാര്യങ്ങൾക്കാണ് പറയുക. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു കാര്യം പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ട്രേഡിംഗ് ബിസിനസ് അല്ലേ. അതായത് ഫസ്റ്റ് വൺ ഈസ് മാനുഫാക്ചറിങ് ബിസിനസ്, സെക്കൻഡ് വൺ ഈസ് ട്രേഡിംഗ് ബിസിനസ്. ട്രേഡിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം, അതൊരിക്കലും ട്രേഡിംഗ് ബിസിനസ് ദേ ഡസ് നോട്ട് മാനുഫാക്ചർ പ്രോഡക്ട്സ് ഓർ ഗുഡ്സ് അല്ലേ. അതായത് അവരെന്ത് ചെയ്യുന്നില്ല, അവരൊരിക്കലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അവർ പകരം എന്താ ചെയ്യുന്നത്, അവർ സാധനങ്ങൾ വാങ്ങുന്നു, വിൽക്കുന്നു. അതായത് ഹോൾസെയിലായിട്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോൾസെയിൽ ഡീലേഴ്സ് ഉണ്ടല്ലോ, അവർ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ ഭയങ്കര ബൾക്കായിട്ട് അവർ വാങ്ങും. എന്നിട്ട് അവർ ഇവരുടെ ലാഭം കൂടെ അതിൽ കൂട്ടിയിട്ട് വിൽക്കുക, റീറ്റെയിലായിട്ട് വിൽക്കുക. അതാണ് ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സിലും നമ്മൾ ഇടപെടുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞു, രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഒരുപാട് ബിസിനസ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് ചായക്കടയാവട്ടെ, ഹോസ്പിറ്റലാവട്ടെ, ഓൺലൈൻ ഷോപ്പാവട്ടെ, ടെക്സ്റ്റൈൽ ഷോപ്പാവട്ടെ, എല്ലാ മേഖലയിലും അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന ഒരു കാര്യം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്നുള്ളതാണ്.
ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആഹ്, ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലേ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ സോപ്പ് വാങ്ങുമ്പോൾ ആ സോപ്പ് സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാക്കിയതാണോ? അല്ല. അത് അവിടെയുള്ള ബിസ്ക്കറ്റ് ആണെങ്കിലും അരി ആണെങ്കിലും അതൊന്നും അവരുണ്ടാക്കിയല്ല. അവർ ഈ പറഞ്ഞ മാതിരി ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് എടുക്കുന്നു, എന്നിട്ട് അവർ റീറ്റെയിലായിട്ട് നമുക്ക് സെല് ചെയ്യുന്നു. ഇതാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അവർ ഒരു ഇടനിലക്കാരെ പോലെ വർത്തിക്കും. അതാണ് ഈ ഒരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ നമ്മളെ ഗ്രോസറി ഷോപ്പുകൾ, റീറ്റെയിൽ സ്റ്റോറുകൾ, പിന്നെ അതേമാതിരി എന്താ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ്, നമ്മുടെ ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും, പിന്നെ അതേപോലെ തന്നെ ഹോൾസെയിലേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡീല്, ഇപ്പോൾ കാറിൻ്റെയൊക്കെ പറയുകയാണെങ്കിൽ ഹോൾസെയിൽ ഡീലേഴ്സ്. അപ്പോൾ അവരൊക്കെ ഇത്തരത്തിലുള്ള ട്രേഡിംഗ് ബിസിനസ്സാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് മറ്റൊരാളിൽ നിന്ന് കുറഞ്ഞ വിലക്ക് വാങ്ങി നമ്മുടെ ലാഭവും ആദായവും അതിൽ കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യുക, കൂടുതൽ വിലക്ക് വെക്കുന്ന ആ ഒരു ബിസിനസ് കാറ്റഗറിയാണ് ട്രേഡിംഗ് ബിസിനസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ. ഇപ്പോൾ വേറെ ഉദാഹരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, മൊബൈൽ ഷോപ്പ് അല്ലേ, കണ്ടിട്ടില്ലേ, ആപ്പിൾ ഉണ്ടാവും, ആപ്പിളിൻ്റെ ഫോൺ ഉണ്ടാവും, സാംസങ്ങിൻ്റെ ഉണ്ടാവും, റെഡ്മീൻ്റെ ഫോണുകൾ ഉണ്ടാവും. അവർ ഓരോന്ന് മാനുഫാക്ചർ ചെയ്യുന്നതല്ല, മറിച്ച് അവർ ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യാണ്, അവരുടെ ഷോപ്പിൽ വെച്ചിട്ട് അവരുടെ ലാഭം കൂടെ കൂട്ടിയിട്ട് അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ട്രേഡിംഗ് ബിസിനസ്സിലാണ് വരിക. ഓക്കെ. അപ്പോൾ അത് ആണ് നമ്മുടെ ട്രേഡിംഗ് ബിസിനസ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറയാനുള്ളത്. പിന്നെ അതുപോലെ ഇനി അടുത്തത് നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞത് സർവീസാണ് അല്ലേ. ഇത് ഒന്നുകൂടെ സിമ്പിളായിട്ട് ഏകദേശം ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയും ഒരു 90-95% കാറ്റഗറികളും നമുക്ക് ഈ ഒരു സർവീസിൽ, അതായത് ബാക്കിയുള്ളതിലെ ഒരു 90-95% ബിസിനസ്സുകൾ നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയും. സർവീസ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നില്ല. അതായത് ഇങ്ങനെയുള്ള ഏരിയകളിൽ ഫിസിക്കൽ പ്രൊഡക്റ്റുകളല്ല വിൽക്കുന്നത്, മറിച്ച് കഴിവുകൾ വിൽക്കുക. അതിപ്പോൾ എങ്ങനെ, ഇപ്പോൾ ഉദാഹരണങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. പിന്നെ അതല്ലെങ്കിൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ അറിവുണ്ട്, അപ്പോൾ ആ അറിവ് ആൾ സെല്ല് ചെയ്യുക. അപ്പോൾ അതല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അല്ലേ, നമുക്കവിടെ എന്താ ചെയ്യുന്നത്, നമുക്കവിടെ നമ്മൾ മരുന്ന് മാത്രം കച്ചവടം ചെയ്യല്ലല്ലോ അല്ലേ. മരുന്നിൻ്റെ ബെനിഫിറ്റ് അല്ല, മരുന്ന് എന്നുള്ളതിലപ്പുറത്ത് അവിടെ നമുക്ക് കിട്ടുന്നത് മെഡിക്കൽ സർവീസാണ് അല്ലേ. ആരോഗ്യപരമായിട്ടുള്ള, അതല്ലെങ്കിൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള സർവീസാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത്, ആണല്ലോ. അപ്പോൾ അവിടെ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല ഉള്ളത് അല്ലേ. ഇനിയിപ്പോൾ ബാങ്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അവിടെ ബാങ്കും എല്ലാം ആ ഒരു കാറ്റഗറി ഒക്കെ ഇതിലാണ് വരിക. ബാങ്കിൽ പോകുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മണി അവർ സേവ് ചെയ്യുന്ന ഒരു സേവിങ് സർവീസ്, അതല്ലെങ്കിൽ ആ മണി കീപ്പ് ചെയ്യുന്ന ഒരു സർവീസ്, അതല്ലെങ്കിൽ എന്താ പറയുക, ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർവീസ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്നാണ് സ്കൂളുകളിൽ എന്താ, സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമാണ് അല്ലേ. അതും ഈ പറഞ്ഞ മാതിരി ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല, അവരുടെ ഒരു വിദ്യാഭ്യാസപരമായ സേവനങ്ങളാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ സ്കൂളുകളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ AJH അക്കാഡമീനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതും ഇവിടെയും സെല്ല് ചെയ്യപ്പെടുന്നത് എഡ്യൂക്കേഷനാണ് അല്ലേ, ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഹോട്ടലുകളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഫുഡ് ഉണ്ടാവും അല്ലേ. ഫുഡ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രോഡക്റ്റാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് അവിടുന്ന് കിട്ടുന്ന എക്സ്ട്രാ സർവീസുകൾ ഉണ്ടല്ലോ. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ടലിൽ നമ്മൾ താമസിക്കാൻ വേണ്ടി പോയി, അവിടെ നമുക്ക് നിൽക്കാൻ കഴിയും അല്ലേ. സ്റ്റേ ആണോ അവർ കൊടുക്കുന്നത്, അതൊരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണോ? അല്ല, അവിടെ ഒരു സർവീസാണ് അല്ലേ. നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് അവർ ചെയ്തു തരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫിസിക്കൽ അല്ലാത്ത പ്രോഡക്റ്റുകൾ, പിന്നിപ്പോൾ വേറെ ഇപ്പം എന്താ ഉദാഹരണങ്ങൾ പറയാം, ടെക്നീഷ്യൻസ് അല്ലേ. നമ്മളിപ്പോൾ ഒരു മെഷീൻ കേടന്നു, നമ്മളൊരു കാറ് കേടന്നു, ആ കാറ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരികയാണ്. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾ അല്ലേ, ആൾ ചിലപ്പോൾ ചെറിയ ടച്ച് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് ശരിയാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു 5-10 സെക്കൻഡ് കൊണ്ട് തന്നെ ചിലപ്പോൾ വണ്ടി റെഡിയാക്കി ഉണ്ടാവും. പക്ഷേ പക്ഷേ വലിയ എമൗണ്ടൊക്കെ വാങ്ങും. അതിൻ്റെ കാരണം നമ്മൾ ആ ഒരു കഥ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പല രൂപത്തിൽ അങ്ങനെ ഒരു കഥ നമ്മളെപ്പോഴും പറയാറുണ്ട് ഉദാഹരണങ്ങളായിട്ട് അല്ലേ.
അതായത് ഒരു എന്താ ഒരു വണ്ടി കേടുന്നു. അപ്പോൾ ആ വണ്ടി കിടന്നിട്ട് ഒരുപാട് ആളുകളുടെ അടുത്ത് പോയി. അപ്പോൾ അതൊന്നും ശരിയായില്ല. അപ്പോൾ ഒരാളുടെ അടുത്തേക്ക് വന്നു. അയാൾ വെറും ജസ്റ്റ് വിത്തിൻ സെക്കൻഡ്സ് അയാളത് റെഡിയാക്കി. അപ്പോൾ അയാൾ റെഡിയാക്കിയിട്ട് അയാൾ വലിയൊരു എമൗണ്ട് പറഞ്ഞു. അപ്പോൾ ആ എമൗണ്ട് പറഞ്ഞ സമയത്ത് ഇതെന്തിനാണ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു 5-10 സെക്കൻഡ് മാത്രമല്ലേ ചിലവായുള്ളൂ, അത്ര പണിയല്ലേ നിങ്ങൾ എടുത്തോളൂ, അപ്പോൾ നിങ്ങൾക്ക് എന്തിനാ അത്രയും പൈസ, ഇതിന് ഇത്ര കൂലി വാങ്ങുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ആ ഒരു പണിക്കാരൻ പറയുന്നൊരു വാക്ക്, ഇത് പല രൂപത്തിൽ പല കഥകളിലായിട്ട് ആണ് വന്നിട്ടുള്ളത്. ഇത് ഗുരുവും ശിഷ്യനും പറഞ്ഞതുണ്ട്, അങ്ങനെ ഓരോ ആളുകൾ ഓരോ സന്ദർഭത്തിൽ. അപ്പോൾ ഈ പണിക്കാരൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഒരുപക്ഷെ എനിക്കിപ്പോൾ ചിലവായത് വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമാണ്. പക്ഷേ ഈ ചുരുങ്ങിയ നിമിഷങ്ങളെ കൊണ്ട് ഇത് ശരിയാക്കാനുള്ള അറിവ് ഞാൻ നേടിയത് ഏകദേശം 10-20 വർഷത്തെ അനുഭവങ്ങളിലൂടെയാണ്. അപ്പോൾ എൻ്റെ ആ ഒരു സമയത്തിൻ്റെ, എൻ്റെ ആ ഒരു അനുഭവത്തിൻ്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ തന്നിരിക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി ആൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടാവും പല രൂപത്തിൽ. അപ്പോൾ അവിടെയൊക്കെ അല്ലേ ആ ഒരു സർവീസാണ് നടക്കുന്നത്. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുകയാണ്, അതല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുകയാണ്, അവിടെയും അല്ലേ നമ്മൾ സർവീസ്, ഫിസിക്കൽ സർവീസുകളല്ല, അവർ കൺസൾട്ടിങ് സർവീസാണ് നമുക്ക് തരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ബിസിനസ്സുകളെ നമുക്ക് മൂന്നായിട്ട്, ടോട്ടൽ ബിസിനസ്സുകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മളൊരു എവിടേക്കെങ്കിലും ഇപ്പോൾ ഒരു ഊബർ വിളിക്കുകയാണ്, ഒരു ടാക്സി വിളിക്കുകയാണ്, അവിടെ നമ്മൾ കാറുകൾ വാങ്ങുന്നില്ലല്ലോ. നമ്മൾ അവിടെയുള്ള കാറിൽ അവിടേക്ക് ഇറക്കി തരാനുള്ള, ഇപ്പോൾ എന്താ പറയുക, കട്ടക്കട ഇറക്കി തരാനുള്ള എന്താ പറയുക ഒരു ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ വാങ്ങുന്നത് എന്നർത്ഥം, അല്ലേ? ഓക്കെ. പിന്നെ അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ ഈ ഗുഡ്സ്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ചരക്ക് അല്ലെങ്കിൽ ഒരു സേവനം, ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ്, അതിനെ കുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. നമുക്കറിയാം, ഏതൊരു ബിസിനസ്സും ഒന്നുകിൽ എന്തായിരിക്കും, ഒന്നുകിൽ അവർ ഗുഡ്സ് ആയിരിക്കും വിൽക്കുന്നുണ്ടാവുക, അതല്ലെങ്കിൽ സർവീസ് ആയിരിക്കും, അതല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചുള്ളതായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത്, അല്ലേ, ഇപ്പോൾ ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫുഡ് മാത്രമാണ് അവർ ഡെലിവർ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഹോട്ടലിൽ പോയിട്ടാണെങ്കിൽ അവർ, അല്ലേ, അവരുടെ അവിടെ നിന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം, പിന്നെ അതുപോലെ വാഷ് ചെയ്യാനുള്ള വെള്ളത്തിൻ്റെ സൗകര്യം, ഇത് ഇങ്ങനെ, പിന്നെ വെയിറ്ററിൻ്റെ സൗകര്യം, ഇത്തരത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങൾ, എക്സ്ട്രാ സർവീസുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ചിലയിടത്ത് ഗുഡ്സ് മാത്രം വെക്കുന്നതുകൊണ്ട്, പിന്നെ ചിലയിടത്ത് സർവീസ് മാത്രമായിട്ട് വെക്കുന്നതുകൊണ്ട്, ചിലയിടത്ത് രണ്ടും ഒരുമിച്ച് കമ്പൈൻ ചെയ്തുകൊണ്ട് വെക്കുന്ന ഏരിയകളും നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഈ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതായത് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇടപാട് നടത്തുന്ന സമയത്ത്, സിമ്പിളായിട്ട് നമുക്ക് ടാഞ്ചിബിൾ ഐറ്റംസ് എന്ന് പറയാം. ടാഞ്ചിബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ടച്ചബിൾ, അല്ലേ, അങ്ങനെ അങ്ങനെയും ഒരു ടേം ഉപയോഗിക്കാറുണ്ട്. ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ എന്നാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത്. അതായത് സ്പർശിക്കാൻ കഴിയുന്ന, അല്ലേ, സ്പർശിക്കാൻ കഴിയുന്ന സാധനങ്ങൾ, കാണാനും തൊടാനും കഴിയുന്ന സാധനങ്ങൾക്ക് നമുക്ക് ഗുഡ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് മൊബൈൽ ഫോണ്, വസ്ത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് ഐറ്റംസ്, ഫർണിച്ചർ, പിന്നെ അതുപോലെ ബുക്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അതൊക്കെ എന്താ, ഒക്കെ നമുക്ക് തൊടാൻ കഴിയുന്ന സാധനങ്ങളാണ്, അല്ലേ? അപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ, ഇങ്ങനെയുള്ള ഗുഡ്സ് കാര്യങ്ങളൊക്കെ എന്താണ്, അതൊക്കെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ക്യാൻ ബി സ്റ്റോർഡ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോഡക്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൊണ്ടുപോകാൻ പറ്റും, ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ്. പിന്നെ അതുപോലെ തന്നെ ക്യാൻ ബി ഓൺഡ്, നമുക്കത് ഉടമപ്പെടുത്താനും പറ്റും. ഇപ്പം ഞാനൊരു വണ്ടി എടുത്തു, വണ്ടി ഞാൻ വാങ്ങി, ആ വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലെടുത്തേക്കാം, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവാം, പിന്നെ അതല്ലെങ്കിൽ അത് എൻ്റെ ഉടമസ്ഥതയിലുള്ളതായി, അല്ലേ? അങ്ങനത്തെ രീതിയിൽ, അതാണ് ഈ ഗുഡ്സിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണെങ്കിൽ, ഗുഡ്സ് മീൻസ് ചരക്ക്, അല്ലേ, ചരക്ക്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ എനിക്കറിയാത്തൊരു വാക്കായിരുന്നു ഈ ഗുഡ്സ് കാരിയർ എന്നുള്ളത്. ഗുഡ്സ്, നമ്മൾ പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചത് കേട്ടോ. ഞാൻ ഇംഗ്ലീഷിൽ വളരെ വീക്കായിരുന്നു സമയത്ത്.
അപ്പോൾ ഈ ഗുഡ്സ് കാരിയർ ഞാനിങ്ങനെ കുറേ കാലം ആലോചിച്ചു ഈ ഗുഡ്സ് കാരിയർ എന്താണെന്ന്. പിന്നെയാണ് അതിൻ്റെ ചരക്ക് വാഹകൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലായത്. ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ചരക്കാണ് ഗുഡ്സിൻ്റെ അർത്ഥം. ഓക്കെ, ചരക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു വാച്ച് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ വാച്ച് നമ്മുടേതാണ്. ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ അപ്പോൾ അതൊക്കെ ഗുഡ്സ് ആയിട്ടുള്ള, അതായത് ടച്ചബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ചരക്കുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇനി സർവീസസിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, സർവീസുകൾ എന്നൊക്കെ പറയുന്നത് ഇൻടാഞ്ചിബിൾ ആയിരിക്കും, അതായത് നമുക്ക് തൊടാൻ കഴിയാത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ ഇങ്ങനെ പറയാം. ഇപ്പോൾ നിങ്ങൾ ബ്യൂട്ടി പാർലർ പോകുന്നുണ്ടാവും. ബ്യൂട്ടി പാർലർ പോകുന്ന സമയത്ത് അവർ തരുന്നത് ഒരു ഹെയർ കട്ട് അല്ലേ, അവർ നന്നായിട്ട് ഹെയർ കട്ട് ചെയ്ത് തരുന്നത് അതൊരു സർവീസാണ്. അത് ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നെ അതേപോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് അല്ലേ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് ആ ഡോക്ടർ ആ ഒരു സമയത്ത് തരുന്ന നിർദ്ദേശങ്ങൾ അതൊക്കെ സർവീസുകളാണ്. പിന്നെ ടാക്സി റൈഡ്, പിന്നെ ഒരു ഓൺലൈൻ കോഴ്സുകൾ, പിന്നെ നമ്മൾ ഹോട്ടലിൽ നിൽക്കുന്നത്, ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക സർവീസുകളുടെ കൂട്ടത്തിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഓക്കെ, ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് സർവീസ് ഈസ് കൺസ്യൂംഡ് ഇൻസ്റ്റൻ്റ്ലി എന്ന് പറയും. ഇൻസ്റ്റൻ്റ്ലി ഓർ ഇമ്മീഡിയറ്റ്ലി, അതായത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സർവീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ഒരു അറിവാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് അവിടെ നിങ്ങൾ അതങ്ങ് ഉൾക്കൊള്ളുകയാണ്. ഓക്കെ, നമ്മളത് പഠിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതല്ല, ഇപ്പോൾ നമ്മളൊരു വേറെ ഒരു ടാക്സി റൈഡ് അല്ലേ, അതൊരു സർവീസാണ്. അപ്പോൾ പൊതുവേ സർവീസുകളുടെ കേസിലൊക്കെ അതിൻ്റെ ക്ലയൻസിന് ആ സർവീസിനെ കൊണ്ടുള്ള ഉപകാരം ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പ്രൊഡക്റ്റ് ഒരുപക്ഷെ സാവധാനമാണ് അതിൻ്റെ ഉപയോഗം എടുക്കാനൊക്കെ കഴിയുക അല്ലേ. അത് ചിലപ്പോൾ അങ്ങനെ നേരത്തെ കഴിയുന്നതുണ്ടാവും, പക്ഷെ അതിലുള്ള ഒരു വ്യത്യാസം ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഏറെക്കുറെ ഈ ഫുഡും അല്ലെങ്കിൽ അല്ല സോറി, ഈ ഗുഡ്സും അതല്ലെങ്കിൽ സർവീസും തമ്മിലൊരു ഡിഫറൻസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, എന്തായാലും ഇത്രയാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി എന്താ ഇനിയിപ്പോൾ അടുത്ത ഒരു സെഷനിൽ ആരും മിസ്സാക്കരുത്. നമ്മുടെ ബിസിനസ് ഓണർഷിപ്പുകൾ, അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഓണർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ടും ഒരു 2-3 തരം ഓണർഷിപ്പുകൾ വരുന്നുണ്ട്. അതായത് സോൾ ഓണർഷിപ്പ്, എന്താ പറയുക, പ്രോപ്രിയേറ്റർഷിപ്പ് എന്ന് പറയില്ലേ, അതായത് നമ്മൾ മാത്രമായിട്ടുള്ള ഒരു ഉടമസ്ഥാവകാശം. പിന്നെ അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഏരിയകൾ ഉൾക്കൊള്ളിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് അത് ഏതൊക്കെ രീതിയിലായിരിക്കണം. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നോക്കട്ടെ, നമുക്ക് എന്തായാലും വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. പിന്നെ ഓരോ ബിസിനസ്സിൻ്റെ ലൈസൻസ് എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ആ ലൈസൻസ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ലൈസൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വിത്തിൻ അടുത്ത ക്ലാസ്സിൽ നമ്മളതാണ് മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നിർബന്ധമായിട്ടും നിങ്ങളൊക്കെ ഉണ്ടാവണം. വളരെ കോറായിട്ടുള്ളൊരു പാർട്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണോ? സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം.